അനീഷേട്ടൻ അനുമോളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു? അത് ഞാൻ കണ്ടിരുന്നു. അതായത് ആ എപ്പിസോഡ് ഞാൻ കണ്ടില്ലെങ്കിലും കുറെ പേര് എനിക്ക് പ്രൊമോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. അനു ആകെ ടെൻഷൻ അടിച്ച് അയ്യോ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്മൂത്ത് ആയിട്ട് അത് ഡീൽ ചെയ്ത് വിടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് മാറുമോ? എന്ത് മാറുമോ? അല്ല, അനീഷിന്റെ ആഗ്രഹം മാറ്റേണ്ടി വരും. അനു എന്തായാലും മാറില്ല. അനു നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ ആദ്യ മത്സരാർത്ഥിയായി കടന്നു വന്ന നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ഇതുവരെ കപ്പടിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തന്നിരുന്നു. എങ്കിലും നമ്മുടെ അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി പ്രണയം നിരസിച്ചതോടുകൂടി അദ്ദേഹം വിഷമത്തിന്റെ പടുകുഴിയിലേക്ക് ശാരീരികമായും മാനസികമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഏകദേശം 65 ദിവസത്തെ എപ്പിസോഡുകൾ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും ഒരു പടി മുകളിൽ തന്നെയായിരുന്നു അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി. ഒന്നുമില്ലാതെ നമ്മുടെ മൈജിയിൽ പോയി സാധനം എടുത്തതിൻ്റെ പേരിൽ കണ്ടസ്റ്റൻ്റായി വന്ന് ബിഗ് ബോസിനകത്ത് സാധാരണക്കാരനായ അദ്ദേഹം കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസിനകത്തുള്ള മറ്റൊരു മത്സരാർത്ഥിയായ അനുമോൾ തീർച്ചയായിട്ടും ഇതാ ബിഗ് ബോസ് കപ്പ് തൂക്കാൻ വേണ്ടി പോകുന്നു. മറ്റൊരു സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബർ തന്നെ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം ഒരു മണ്ടി കപ്പടിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അത്തരം ഒരു കാഴ്ചയിലേക്കാണ് ബിഗ് ബോസ് നീങ്ങുന്നതിന് പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് സീസൺ 5 ഒരു മത്സരാർത്ഥിയായിരുന്ന ശോഭ വിശ്വനാഥ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട അവിടെ PR ആരാണ്, വരട്ടെ, എന്താണ് നമുക്ക് വിശ്വനാഥിനെ പറയാനുള്ളത്, നമുക്ക് കേൾക്കാം. പരിചയം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഞങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഉണ്ട്, അറിയാലോ, ഇപ്പം ബിഗ് ബോസ് അസോസിയേഷൻ സീസൺ 1 till 6 വരെയുള്ള. അപ്പം അതിന്റെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫുഡ് കൊച്ചിനെ വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പം ആ മീറ്റിംഗിന്റെ സമയത്താണ് ഞാൻ വിനുവിനെ പരിചയപ്പെടുന്നത്. അതായത് എന്നെ പറഞ്ഞ് എന്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ അഖിലിന്റെ PR ആയിരുന്നു, ടിൻഡോന്റെ PR ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുന്നത് തന്നെ. ഇപ്പോൾ ശോഭ വിശ്വനാഥ് പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേര് ബിഗ് ബോസ് ഗ്രൂപ്പ് എന്നാണ്. ആ ഗ്രൂപ്പിൽ ബിഗ് ബോസ് സീസൺ 1 മുതൽ ഏകദേശം 6 വരെയുള്ള എല്ലാ മത്സരാർത്ഥികളും അടങ്ങിയ ഒരു സംഘടനയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ബിനു എന്ന് പറയുന്ന ഈ PR ആണ് നമ്മുടെ അനുമോളുടെ PR വർക്ക് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ PR തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5 മത്സരാർത്ഥിയായിരുന്ന നമ്മുടെ അഖിൽ മാരാറെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹം വലിയ ഒരു കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ PR ആയിരുന്നു ഈ ബിനു. രണ്ടാമത് ഏകദേശം ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ജിൻഡോ എന്ന് പറയുന്ന മത്സരാർത്ഥി, അദ്ദേഹം PR വർക്കിന്റെ ബലം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ജയിച്ചത് എന്ന് ഏകദേശം ഒരു 80% മലയാളികളും വിശ്വസിക്കുന്നതാണ്. അതും വിജയിപ്പിച്ചത് ഇദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു പിടിപാട് എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും. അദ്ദേഹം തന്നെയാണ്, ആ പഹയൻ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോളുടെ PR എന്ന് പറയുന്നത്. ഏകദേശം സീസൺ 5 5 ലക്ഷം രൂപയാണ് അദ്ദേഹം ഫീസായി ഈടാക്കിയത് എങ്കിൽ ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ജിൻഡോയിൽ നിന്ന് അദ്ദേഹം 10 ലക്ഷം രൂപയാണ് അദ്ദേഹം അഡ്വാൻസ് വാങ്ങിയിട്ട് PR വർക്ക് നടത്തി അദ്ദേഹം കപ്പ് നേടിക്കൊടുത്തത്. എന്നാൽ ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ അനുമോളെ അടുത്ത് നിന്ന് 16 ലക്ഷം രൂപ PR ഫീസായി വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അനുമോളെ കപ്പടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. 100% നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ. ഈ ബിഗ് ബോസ് സീസൺ 7 കപ്പ് അനുമോൾക്ക് തന്നെയുള്ളതാണ് എന്ന് അദ്ദേഹത്തിന്റെ PR ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കണ്ടു. ഏതായാലും എന്താണ് അനീഷിനെ ഇത്രയും വലിയ ഒരു പ്രേമ നൈരാശ്യത്തിലേക്ക് എടുത്തിടാനും അദ്ദേഹത്തിന്റെ ഗെയിമിൽ നിന്നെല്ലാം അദ്ദേഹത്തിനെ മാനസികമായി മടുപ്പിക്കാനും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അനുമോൾ ഇന്നലെ ബിഗ് ബോസിനകത്ത് നടത്തിയ ഒരു പരാമർശമാണ്. എന്താണ് അനുമോൾ ആ സമയത്ത് പറഞ്ഞത്, നമുക്കത് കേൾക്കാം. ഇഷ്ടമാണ് എന്റെ ക്യാരക്ടേഴ്സ് നോക്കണെങ്കിൽ നിങ്ങൾ, എനിക്ക് പുള്ളിയെടുത്ത് സ്നേഹമുണ്ട്, പക്ഷെ അത് ഒരു എന്താ പറയണ്ടേ, സമയമൊന്നുമല്ല. അല്ല ലാലേട്ടാ, ഞാൻ അങ്ങനെ ചേട്ടനെ അങ്ങനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അതാണ് ലാലേട്ട, പുള്ളിയെടുത്ത് നിറച്ച് സ്നേഹമുണ്ട്. ഉപരി എനിക്ക് കല്യാണം കഴിക്കാനുള്ള ആ ഒരു സ്നേഹമല്ലാതെ
ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് തന്നെയാണ് അനീഷിന് താങ്ങാൻ വേണ്ടി പറ്റാതെ ആയിപ്പോയത് എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ അനുമോൾ സ്ട്രാറ്റജി കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് അനീഷ് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് അനുമോൾ ഇതിന് മുന്നേ തന്നെ പറഞ്ഞതാണ്. ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് അനീഷിന്റെ ഉള്ളിൽ ഇത്തരം ഒരു ഇഷ്ടം പൂവണിഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ അനുമോൾ ഇപ്പോൾ കാല് മാറിയിരിക്കുന്നു. അനുമോൾ പറയുകയാണ്, എനിക്കൊരു ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം മാത്രമാണ് അനീഷ് ഏട്ടനോട് ഉള്ളത്, അല്ലാതെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്ന ഒരു ലൈഫ് പാർട്ട്ണറാക്കാനുള്ള ഒരു ബന്ധം, ഒരു സ്നേഹം എനിക്ക് അനീഷ് ഏട്ടനോട് ഇല്ല എന്ന് പറയുന്നു. അത് അനീഷ് ഏട്ടൻ കേൾക്കാതെ, എന്നാൽ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി മാത്രം ഒരു ഇടഞ്ഞ സ്വരത്തിൽ നമ്മുടെ അനുമോൾ വളരെ തന്ത്രപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ് വളരെ ദുഃഖിതനാണ്, ക്ഷീണിതനാണ്. അദ്ദേഹത്തിന് മത്സരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് അദ്ദേഹത്തിന്റെ PR ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഈ ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അനുമോൾ ഈ ഒരു പ്രശ്നം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആ പറഞ്ഞ സമയത്ത് തന്നെ നോ എന്ന് അനീഷ് ഏട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പ്രേക്ഷകരുടെ പ്രതികരണം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഞാൻ പറയട്ടെ, ഇക്ക ഒരു പ്രേക്ഷക നിലയിൽ ഇക്ക പറ, പുള്ളി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്നില്ല, നോ എന്നുള്ളൊരു മറുപടിയാണ് പറയണെങ്കിൽ പ്രേക്ഷകർ എന്ത് വിചാരിക്കും? ഭയങ്കര അഹങ്കാരിയാണ്. അയ്യോ ആണോ? എന്താ അയാൾ ഇത്രയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് തിരിച്ചു തോന്നുന്നുണ്ട്, അങ്ങനെ നമ്മള് ലൈഫ് പാർട്ട്ണർ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഷാനവാസ് അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിന്നോട് പറയുകയാണ്, തീർച്ചയായിട്ടും നിന്റെ അഹങ്കാരം എന്നാണ് പ്രേക്ഷകർ ഇതിനെ വിലയിരുത്തുക എന്നാണ് നമ്മുടെ ഷാനവാസ് അനുമോൾക്ക് കൊടുത്ത ഉപദേശം. ഈ ഒരു ഉപദേശത്തിന്റെ ഒറ്റ കാര്യത്തിലാണ് വെട്ടി തുറന്നുകൊണ്ട് അനീഷിനോട് നോ എന്ന് അനുമോൾ പറയാത്തത് എന്നുള്ളതാണ്. ഇനിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അനുമോൾ കളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അനുമോൾക്ക് നമ്മുടെ അനീഷ് എന്ന് പറയുന്ന മനുഷ്യനോട് യാതൊരു സ്നേഹമോ പ്രേമമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇനി ബിഗ് ബോസിനകത്ത് വെച്ച് അത് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഏട്ടൻ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതോടുകൂടി ജനങ്ങൾ എനിക്കെതിരാകുമോ, എൻ്റെ കയ്യിൽ നിന്ന് കപ്പ് തട്ടിപ്പറിക്കുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് അനുമോൾ അത്തരം ഒരു പരാമർശത്തിലേക്ക് കടക്കാത്തത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ ബിഗ് ബോസ് സീസൺ 7 തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു PR ബേബി കപ്പും തൂക്കി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 7 കപ്പ് അനുമോൾക്ക് തന്നെയുള്ളതാണ്. 16 ലക്ഷം രൂപ കൊടുത്ത PR ഉറപ്പിച്ചു പറയുന്നു, ഈ ഒരു വർഷത്തെ കപ്പ് അനുമോൾ തന്നെ കൊണ്ടുപോകും. അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ സീസൺ ആയാലും അതിൻ്റെ മുന്നിലത്തെ സീസൺ ആയാലും ഇനി വരാൻ പോകുന്ന സീസൺ ആയാലും എല്ലാം തന്നെ ബിഗ് ബോസിനകത്ത് പിടിച്ചു നിൽക്കുന്ന മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, PR വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കപ്പ് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരമൊരു ബേസ് ഇല്ലാത്തൊരു മനുഷ്യനായി പോയി നമ്മുടെ അനീഷ്, അല്ലെങ്കിൽ സാധാരണക്കാരനായ അദ്ദേഹത്തിന് എന്തുകൊണ്ടും ഈ ഒരു കപ്പ് നേടാനുള്ള യോഗ്യതയും അർഹതയും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹമാണ് ജെന്യൂനായിട്ട് ബിഗ് ബോസിനകത്ത് നിന്ന ഏക ഒരു മത്സരാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 100% അത് അർഹിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കാലിടറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ മലയാളി പ്രേക്ഷകർ കയ്യിലേറ്റി അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. അദ്ദേഹം അത്രയ്ക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനകത്ത് തുടരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എന്താകുമെന്നുള്ള പ്രതീക്ഷ കാത്തിരുന്ന് നമുക്ക് കാണാം. തീർച്ചയായിട്ടും PR വർക്കിന്റെ വിജയം കൊണ്ട് മാത്രമാണെങ്കിൽ തീർച്ചയായും കപ്പ് അനുമോൾക്കുള്ളതാണ് എന്ന് മാത്രം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. വീണ്ടും ജനങ്ങളുടെ കയ്യിലേക്ക് ഒരവസരം കൂടി വരികയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അവകാശം നിങ്ങൾ വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മറ്റൊരു വിജയിയെ നമുക്ക് ബിഗ് ബോസ് വിന്നറായിട്ട് കാണാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.